വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി വിശകലനം ചെയ്ത് വിലയിരുത്തി പണ്ഡിത സഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സമുദായത്തെ ശരിയായ ദിശയിലൂടെ നയിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്ന ലോകത്ത് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ന് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചും വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചും വികലമായ വ്യാഖ്യാനങ്ങൾ നൽകി പ്രതിലോമകരമായ പ്രത്യാക്രമണത്തിന് വിശ്വാസത്തെ പ്രതിലോമകരമായ പ്രവർത്തനത്തിന് വേണ്ടി വിധേയപ്പെടുത്തുമ്പോൾ വിശ്വാസത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിശ്വമാനവികതയുടെയും ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന ജീവിതചര്യയെന്നും ആ ജീവിതചര്യയുടെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതമാണ് മാർഗദർശകമെന്നും ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും അതിലൂടെ സമാധാനവും സൗഹൃദവും മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ ബോധവും പുലർത്തിക്കൊണ്ട് രാജ്യത്തിനാകെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു മത സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമെന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിതര സാധാരണമായ സംഘടനാ മികവിനെയും അതിൻ്റെ കഴിവിനെയും ഹാർദമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. 100 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം വിലയിരുത്തപ്പെടുന്ന സുപ്രധാനമായ സമ്മേളനം കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ശതാബ്ദി സമ്മേളനം അല്ലെങ്കിൽ 100ാമത് വാർഷികം. ദുബൈയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര അല്ലെങ്കിൽ സാർവദേശീയ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം അഭിവന്ദ്യനായിട്ടുള്ള സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരമുണ്ടായ കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അന്നും വിസ്മയത്തോടു കൂടിയാണ് സത്യത്തിൽ ദുബൈയിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇത്രയും അച്ചടക്കത്തോടും നിയതമായിട്ടുള്ള ഉത്തരവാദബോധത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി സമസ്തയെ വളർത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. 100 വർഷക്കാലത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു നാടിന്റെയും ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ചരിത്രമാണ്. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 11,090 മദ്രസകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യാന്തര രംഗത്തും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ 1 ലക്ഷത്തോളം അധ്യാപകരും 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും അടങ്ങുന്ന ഉജ്ജ്വലമായ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് സാമൂഹ്യമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിൽ 1 നൂറ്റാണ്ട് കാലത്ത് സമസ്തയുടെ പ്രവർത്തനങ്ങളിലൂടെ നൽകിയ സംഭാവനയെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 1 ലക്ഷത്തോളം മദ്രസ അധ്യാപകർ, 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 11,090 മദ്രസകൾ, ഏതാണ്ട് 80ഓളം കോളേജുകൾ, ഭൗതിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കോളേജുകൾ, അങ്ങനെ നിരവധി അറബി കോളേജുകൾ, 500ഓളം അറബി കോളേജുകൾ അടക്കമുള്ള നിരവധി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമുദായത്തിന്റെ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ നാടിന്റെ ആകെ പുരോഗതിക്കായി മാറി എന്നുള്ളതാണ് സമസ്തയുടെ 1 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ദുബൈയിൽ പ്രസംഗിച്ചപ്പോൾ സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ചു. മദ്രസകൾക്കെതിരായി ഒരു വിശ്വാസത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രത്യാക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ പരിഷ്കൃത ജനാധിപത്യ യുഗത്തിൽ ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ഒരു വിശ്വാസത്തെ പ്രൗഢീകരിക്കുന്ന ജനസമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ കാലയളവിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും ആത്മീയമായ ശക്തിയും സംഘടനാപരമായ ബലവും നൽകി ഈ സമൂഹത്തിന് ശരിയായ മാർഗദർശകം നൽകി മുന്നോട്ട് നയിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ സൗഹൃദം, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൈത്രിയും സൗഹൃദവും നിലനിർത്തുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ഈ കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യം, ചരിത്രപരമായ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്
ആശംസിച്ചുകൊണ്ട് 100ാമത് വാർഷികം ആഘോഷിക്കുന്ന ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു നൂറ്റാണ്ട് കാലത്തെ 1926 ജൂൺ 26 കോഴിക്കോട് നിന്ന് ആരംഭിച്ച് 2026 എത്തി നിൽക്കുമ്പോൾ അഭിമാനകരമായ ചരിത്രത്തിൻ്റെ പൈതൃകം, അതിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു ലെഗസി, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവുമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ചരിത്രപരമായ വിസ്മയകരമായ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ, ഈ ക്യാമ്പിനെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം, ചാരിതാർത്ഥ്യം, നന്ദി ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ച് ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.